മുതുമല ടൈഗർ റിസർവ് കേട്ടിട്ടുണ്ടോ? ഇല്ല. മാവണി കേട്ടിട്ടില്ലേ? ഇവിടെ അടുത്താന്ന് 40 കിലോമീറ്റർ. ടൈഗർ റിസോർട്ട് റിസോർട്ടല്ല കുട്ടിയെ, റിസർവ്. എല്ലാവർക്കും നമ്മുടെ ഗൂഡല്ലൂർ റോഡ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇതാണോ ആ വന്ന് കയറുന്ന വഴിയാണോ? അതിൽ കൂടെയാണ് ബത്തേരി വരുന്നത്. ആ വരുന്ന വഴിക്കുള്ള ചെക്ക് പോസ്റ്റ് അവിടെയാണുള്ളത്. താളൂർ റേഞ്ചിലാണ് ആ ചെക്ക് പോസ്റ്റ്. ഇത് ഇവിടെ അപ്പൊ രണ്ടും കൂടി ചേർന്ന്. ഇത് നമ്മൾ നിലമ്പൂർക്ക് പോവാൻ വേണ്ടി പോകുന്ന നാടുകാണി ചുരത്തിലെത്തുന്ന വഴി അല്ലേ? ഗൂഡല്ലൂര് ഒക്കെ ഇത് നേരെ പോയ ഗൂഡല്ലൂര് ആ വഴി അങ്ങനെ ഊട്ടി റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോയാൽ വീണ്ടും നമ്മൾ കേരളത്തിലേക്കാണ്. അതാണ് അല്ല, കേരളത്തിൽ നിന്ന് തമിഴ്നാട് കയറി വീണ്ടും കേരളത്തിൽ കയറിയിട്ടാണ് നമ്മള് നിലമ്പൂർ പോവുക. ഇന്റർസ്റ്റേറ്റ് വണ്ടി. ട്രാക്ടറി വഴി പോയത്. ഇവിടുത്തെ എല്ലാ ഫാക്ടറികളും നമ്മളവിടെ ഉണ്ടല്ലോ. ഫാക്ടറി വിസിറ്റ്. ഇവിടുത്തെ വീടുകൾ കണ്ടോ? കുഞ്ഞു 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 വീടുകൾ. രാജേട്ടാ റോഡ് സൈഡിലൊരു വീട് ഞാൻ കാണിച്ചിരുന്നു. ഇതൊക്കെ കുഞ്ഞു വീട്. ആ വീട്ടിലൊക്കെ റിസ്ക് എന്താ അറിയോ? വണ്ടി മാറിക്കഴിഞ്ഞാൽ കാര്യല്ലേ? റോഡിലെ വീട്. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണ്ട ഫീൽ. നേരെ തേയിലത്തോട്ടുണ്ടെങ്കിൽ കൂടി മുളങ്കാടൊക്കെ വന്നപ്പോ അമ്പ കറക്റ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ. അല്ല, മേലെ ഭാഗത്ത് തേയിലത്തോട്ടം കണ്ടതോ? അപ്പൊ കണ്ടോ? അവിടെയൊക്കെ തേയിലത്തോട്ടം കണ്ടല്ലോ. ഇത് ഫോറസ്റ്റ് സോൺ ആണ് സംശയം അല്ലേ? താഴെ ഭാഗത്തേക്ക് തേയിലയും കമുകും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഇത് ഫോറസ്റ്റ് കയറി ഇറങ്ങി കളിക്കും. ഫോറസ്റ്റ് ആണല്ലേ? അടിപൊളി വഴിയില്ലേ രാജേട്ടാ? അത് ചെറുതായിട്ട് മഴ കൂടി പെയ്യണോണ്ടേ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. സൂപ്പർ ട്രെയിൻ. കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇന്നത്തെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വണ്ടി. സ്ഥലം ഗൂഡല്ലൂർ. ഗൂഡല്ലൂർക്ക് ഇവിടുന്ന് 31 കിലോമീറ്റർ കേട്ടോ. ഗൂഡല്ലൂർക്ക് ഇവിടുന്ന് 31. ഓക്കെ, എന്റെ വീക്ക് പോയിന്റ് ആയിരുന്നു. ഇവിടെ ശിവത്തമ്പായിന്റെ ഒരു ഇതുണ്ട്. അമ്പലം നോക്കിട്ട് ആണോ? ഇവിടെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങള് ഭയങ്കര ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. തോന്നിയിട്ടില്ലേ? ചേട്ടൻ തൊഴുന്ന അമ്പലല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശിവക്ഷേത്രമാണ്. സ്ട്രീറ്റിലുള്ള അങ്ങനത്തെ കോവിലുകള് നമുക്ക് എപ്പോഴും ആക്സസ് ഉണ്ടാവുന്ന രീതിയിലാണ് അവർ ചെയ്തു വെക്കുന്നത്. അതിന്റെ മുന്നിലുള്ള ഭസ്മം വെക്കുന്നില്ലേ? അപ്പൊ നമ്മൾ എന്തോ കഴിച്ചോട്ടെ, ഓഫീസിലേക്കൊക്കെ പോകുമ്പോ അവരവിടെ നിന്ന് തൊഴുതിട്ട് അതൊന്ന് കുറി തൊട്ടു. അമ്പട വീര, എന്തൊരു ഭംഗിയാണ് ഇത്. മഴയും കൂടി പെയ്തപ്പോ ഭയങ്കര രസമായില്ലേ? നമ്മൾ ഇതിനു മുമ്പ് എത്ര തവണ ഇതിലെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു മഴ പെയ്തൊരു വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീടുകളുടെ സ്ട്രക്ചറും കളറും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാല്ലേ, ഒരു തമിഴ്നാട് സ്റ്റൈല് വീടുകളാണ്.
പാടികളാണോ രാശരത്? പാടികളല്ലത്? ഇതോ വീട് തന്നെയാ അത്? ഒരു കൾച്ചറൽ ഡിഫറൻസ് കണ്ടിട്ടുണ്ടോ നമ്മളും തമിഴന്മാരും തമ്മിൽ, ഈവൻ കന്നഡിയൻസ് തമ്മിൽ? നമുക്കൊരു 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ 200 രൂപയ്ക്ക് ചെലവുണ്ടാക്കി വെക്കും. ഇവർ 100 രൂപ ഉണ്ടെങ്കിലായി 25 രൂപ ചെലവാക്കും, ബാക്കി 75 രൂപ അവരവിടെ സേവ് ചെയ്യും. ഇപ്പൊ വീടുണ്ടാക്കുന്ന രീതി തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ചെറിയ വീട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയ വീട് അവരുണ്ടാക്കും. വണ്ടി എടുക്കുകയാണെങ്കിൽ മറ്റേ ഇത് കണ്ടില്ലേ മൊപ്പട്ടൊക്കെ, മൊപ്പട്ടിലൊക്കെ ഒരു എൻ്റെ ഫാമിലി പോകും. അതൊക്കെയാണെങ്കിൽ ജസ്റ്റ് പെട്രോൾ പമ്പ് കാണിച്ചാൽ മതി, അടിക്കണം കൂടിയില്ല. ശരിക്കും മലയാളികളുടെ ആ കൾച്ചറല്ലേ മാറേണ്ടത്? ഉള്ള പൈസ മുഴുവൻ വീടിന് വേണ്ടി മുടക്കുന്നത് അല്ലേ? ശരിക്കും വീടിന് വേണ്ടി മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഡെഡ് മണിയല്ലേ? നമ്മൾ എന്തോരം പൈസയാണ് വീടിന് വേണ്ടി മുടക്കുന്നത്. ശരിക്കും ഒരു കുഞ്ഞു വീടുണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് ബാക്കിയുള്ള പൈസയൊക്കെ നമുക്ക് ഇതുപോലെ യാത്രയ്ക്ക് കടിച്ചു വെച്ച് നമ്മൾ ശരിക്കും ജീവിക്കുന്നത് മറ്റുള്ളവർ കാണിക്കാനാണ് കാര്യം. അയൽവാസിയായ ചെലപ്പച്ചേട്ടനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്. അടിപൊളി. ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? നമുക്ക് എന്താ പറയാ, കുറേ സമ്പാദ്യം വേണമെന്നില്ല. നമ്മുടെ സമ്പാദ്യം നമ്മുടെ ഓർമ്മകളായിരിക്കണം അല്ലേ? ഇതുപോലെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും. കിച്ചുമോൻ ഉറങ്ങിയോ? കിച്ചാണി നല്ല ഉറക്കാണ് കേട്ടോ. കിച്ചാണി ഉറങ്ങി. അമ്പൂസിന്റെ പരിപാടി എന്താണ് അമ്പുമണി? അപ്പൂസിന്റെ യാത്ര ഇഷ്ടാവണുണ്ടോ? ഞാൻ ഇഷ്ടായോ? ആളല്ലേ കോവൈ സരള. കോവൈ അതന്നെ ഞാൻ അറിയിച്ചു. കോവയിന്ന് കേട്ടപ്പോ. കോവയിലേക്ക് എത്ര കിലോമീറ്റർ പറഞ്ഞേ? 172 കിലോമീറ്റർ. ഇതിൽ കൂടെ അങ്ങനെയുള്ള സ്പോട്ടുകളിലേക്കൊക്കെ ഇങ്ങനെ പോകണം, അതാണ് അതിന്റെ ഭംഗി. അവരുടെ ലിങ്ക് അടിച്ച് അങ്ങനെ പോകണം. അവിടെ ചേർച്ചല നമ്മള് ചായ കുടിച്ചിട്ടല്ലേ. കഫേ പാരീസ് ആണ് സ്ഥലം. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാൻ സ്ഥലേ. അത് നന്നായി പാടുന്നുണ്ട്. കുറച്ചവർക്ക് പാടില്ലാട്ടെ. നല്ല രസമുള്ള പാടുന്നുണ്ട്. ആ ഒരു കുഞ്ഞമ്പലം. ഒരു എന്താ പറയാ, ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയില്ലേ? വിച്ച് ടൗൺ? ദേവാലയാണോ? ഇവിടുന്ന് ഇങ്ങനെ കാണാൻ ഭംഗിയാത്. ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായില്ല. പന്തല്ലൂരാ? പന്തല്ലൂര്. ആ പന്തല്ലൂർ ടൗൺ എത്തിയില്ലേ?
ഹോട്ടൽ മലബാർ. ഇവിടെ ഉണ്ട് ഒരു ഹോട്ടൽ മലബാർ കേട്ടോ. നമ്മളവിടുത്തെ പെട്രോൾ റേറ്റുമായിട്ട് 3 റുപ്യ വ്യത്യാസം കിട്ടും അവിടെ റേഞ്ച്. ആണോ? നമുക്കവിടെ 106 അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ റിലയൻസ് ജിയോന്ന് അടിച്ചത് 105-നാണ്. ഇവിടെ 103 ഉള്ളൂ. നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നല്ല കളറും. ആർക്കും ഷൂട്ട് ചെയ്തിരിക്കാൻ പറ്റൂല നമുക്ക്. അടിപൊളി വൈബാണ്. പണി മാല എടുക്കാം. കിട്ടി. കിട്ടിയാ? ഇതൊക്കെ വായിക്കാം. ഈ തമിഴൊന്ന് വായിക്കാൻ സമയം നമുക്ക് പഠിച്ചാലോ തമിഴ്? ഇവിടെ നിന്ന് ഒരാള് ഹെൽമെറ്റ് വെക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നോക്കെ. ഇത് ഹോം സ്റ്റേ ആണ്. നോക്ക് പണി ഭയങ്കര കാലാവസ്ഥ ആകെ മാറിയില്ലേ? അമ്പോ ഭയങ്കരമായിട്ട് ഇരുണ്ടു കേട്ടോ. ഇരുണ്ട് പോയി. ഫോറസ്റ്റ് വ്യൂ പോയിന്റ് അത് കൊറേ നേരം അതിന്റെ മുള പരിസരം അത് ഇതൊക്കെ സെറ്റ് ആക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഭംഗിയുണ്ടാവും. ഊട്ടി റൂട്ടല്ലേ? നാടുകാണി എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കയറിയിട്ടാണ്. മുതുമല ടൈഗർ റിസർവ് കേട്ടിട്ടുണ്ടോ? വാവണി കേട്ടിട്ടില്ലേ? ഇവിടെ അടുത്താന്ന്. 40 കിലോമീറ്റർ. റിസോർട്ടല്ല കുട്ടിയെ, റിസർവ്. ഏതൊക്കെ ടൗൺ ആയിരുന്നു മക്കളെ കഴിഞ്ഞത്? അമ്പുസോറ നമ്മള് നമ്മള് തേരമ്പാടി, പന്തല്ലൂര്, മൂന്നാമത്തെ ടൗൺ ആയി നമ്മള്. പണ്ടോട്ടേ മേപ്പാടി വഴി ഒരു ബസ്സില്ലേ ദേവാലയ്ക്ക്? ഒരു പച്ച ബസ് എപ്പോഴും പോണാണ്. ഇതാണ് ദേവാല ടൗൺ. ഇപ്പോൾ ചേരമ്പാടി മുതൽ ദേവാല വരെയുള്ള യാത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യാത്ര എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള യാത്രകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.